ഹായ്. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന രണ്ടാമത്തെ എക്സാമിനേഷൻ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൻ്റെ പ്രവേശനം നടത്തുന്നതും ഈ എക്സാമിനേഷൻ വഴിയാണ്. വേറൊന്നുമല്ല, CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, UG എക്സാമിനേഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പ്രവേശന പരീക്ഷ NEET UG ആണ്. അത് ഏകദേശം 22,40,000 മേലെ കാൻഡിഡേറ്റ്സ് ആണ് കഴിഞ്ഞ കൊല്ലം പങ്കെടുത്തത്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന രണ്ടാമത്തെ എക്സാമിനേഷൻ ഒരു സംശയമില്ല CUET UG ആണ് കഴിഞ്ഞ കൊല്ലം പങ്കെടുത്തത്. അപ്ലൈ ചെയ്ത് 16 ലക്ഷത്തിനടുത്ത് കാൻഡിഡേറ്റ്സ് ആയിരുന്നുവെങ്കിൽ 14 ലക്ഷത്തിനടുത്ത് കാൻഡിഡേറ്റ്സ് ആണ് അപ്പിയർ ചെയ്തത്. ഈ പ്രാവശ്യം CUET UG ചില മാറ്റങ്ങളോടെയാണ് വരുന്നത്. ആ മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന് മുമ്പ് എന്തിനാണ് CUET കണ്ടക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 250-ലധികം യൂണിവേഴ്സിറ്റി, അതിൽ പ്രധാനപ്പെട്ട 44 സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതിൽ തന്നെ ഏറ്റവും പ്രീമിയർ ആയ നല്ല കുറേ യൂണിവേഴ്സിറ്റികൾ. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി മുഴുവൻ കോഴ്സും ഈ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രവേശനം കൊടുക്കുന്നത് CUET വഴിയാണ്. ദെൻ അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി മുഴുവൻ കോഴ്സും CUET വഴിയാണ് വരുന്നത്. അതുപോലെ തന്നെ ജാമിയ മില്ലിയ, പക്ഷേ ജാമിയ മില്ലിയൻ്റെ 15 ഡിഗ്രി കോഴ്സുകൾക്ക് മാത്രമേ ഇതിലൂടെ ഈ CUET-യിലൂടെ പ്രവേശനമുള്ളൂ. 42 കോഴ്സുകളിൽ ബാക്കിയുള്ളതെല്ലാം ജാമിയ തന്നെ കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷയിലൂടെയാണ്. അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഭാഗികമായിട്ട് പങ്കെടുക്കുന്നുള്ളൂ. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ദെൻ അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇങ്ങനെ വളരെ പ്രമുഖമായ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ സ്വപ്നമാണ് അത്തരം യൂണിവേഴ്സിറ്റി പോയി പഠിക്കുക എന്നുള്ളത്. അത്തരം യൂണിവേഴ്സിറ്റികളൊക്കെ ഈ CUET വഴിയാണ് പ്രവേശനം കൊടുക്കുന്നത്. അതുപോലെ ICAR, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച്, ദേശീയ തലത്തിൽ റിസർവ് ചെയ്തിരിക്കുന്ന അഖിലേന്ത്യാ കോട്ട സീറ്റിൽ വരുന്ന അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, അതുപോലെ തന്നെ BTech പ്രോഗ്രാമുകൾ, ഇതിലെല്ലാം ഈ CUET വഴിയാണ് പ്രവേശനം നടത്തുന്നത്. മുമ്പ് അത് ICAR വഴിയായിരുന്നു. കഴിഞ്ഞ കൊല്ലം മുതൽ അത് CUET എക്സാമിനേഷൻ വഴി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ, ഡീംഡ് യൂണിവേഴ്സിറ്റി ഒരുപാടുണ്ട്. അപ്പോൾ ഇതാണ് സത്യത്തിൽ CUET UG എക്സാമിനേഷൻ ഈ ഒരു കാര്യത്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ പ്രാവശ്യം വരുന്ന മാറ്റം എന്താണെന്നറിയോ? ഇതുവരെ ഓൺലൈൻ പരീക്ഷ മാത്രമായിരുന്നുവെങ്കിൽ CUET ഇനി മുതൽ ഹൈബ്രിഡ് മോഡലിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ ഓൺലൈനും ഉണ്ടാവും, ഓഫ്ലൈനും ഉണ്ടാവും. ഈ ഓൺലൈൻ എന്ന് പറയുന്ന ടെസ്റ്റ് നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഓഫ്ലൈൻ OMR ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഗ്രാമീണ മേഖലകളിലും വിദൂര മേഖലയിലുള്ള ആളുകൾക്ക്, സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് മാക്സിമം അവരെ കൂടി ഈ എക്സാമിനേഷനിൽ പങ്കെടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു മാറ്റം എന്നാണ് NTA പറയുന്നത്. 1.5 ലക്ഷത്തിന് മേലെ ഒരു പേപ്പറിൽ, ഒരു ടെസ്റ്റ് പേപ്പറിൽ 1.5 ലക്ഷത്തിന് മേലെ ആളുകൾ, 1.5 ലക്ഷമോ അതിന് മേലെ ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് OMR ഷീറ്റ് വഴിയുള്ള എക്സാമിനേഷൻ ആക്കി മാറ്റും എന്നാണ് പറയുന്നത്. അതിനിപ്പോൾ അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. OMR ഷീറ്റ് നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ അതാണ് കാര്യപ്പെട്ടൊരു മാറ്റം. മറ്റൊന്ന്, ഈ 3 സെക്ഷനുകളിലായിട്ടാണ് CUET എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സെക്ഷൻ 1 ലാംഗ്വേജ് ടെസ്റ്റാണ്. 1A 13 ലാംഗ്വേജുകൾ, 1B വരുന്നത് 20 ലാംഗ്വേജുകളാണ്. ഇതിൽ 1-2 ലാംഗ്വേജുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ആദ്യത്തേത് മീഡിയം ലാംഗ്വേജ് ആക്കുകയും ചെയ്യാം, അത് ഇംഗ്ലീഷ് തന്നെ ടെസ്റ്റ് അതിൽ തന്നെ ആക്കുകയും ചെയ്യാം. ദെൻ അതുപോലെ തന്നെ രണ്ടാമത്തെ 20 ലാംഗ്വേജുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ദെൻ അങ്ങനെ 2 എണ്ണം, അങ്ങനെ 2-1 അതിൽ സെലക്ട് ചെയ്യാം. പിന്നെ സെക്ഷൻ 2 വരുന്നത് ഡൊമൈൻ സബ്ജക്റ്റുകളാണ്. അതിൽ 27 സബ്ജക്റ്റുകളിൽ 3-4 നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ലാംഗ്വേജ് ഇപ്പോൾ നമ്മൾ 2 സെലക്ട് ചെയ്യുമെങ്കിൽ ഡൊമൈൻ സബ്ജക്റ്റ് നമുക്ക് 3 സെലക്ട് ചെയ്യാം. ദെൻ നമ്മൾ ലാംഗ്വേജ് 1 സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡൊമൈൻ സബ്ജക്റ്റ് 4 സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് സബ്ജക്റ്റ് എടുക്കുമ്പോൾ വേണമെങ്കിൽ ജനറൽ ടെസ്റ്റും 4-5 സബ്ജക്റ്റും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇങ്ങനെ മാറ്റാം. ടോട്ടൽ 6 പേപ്പറുകളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് പുതിയ മാറ്റം. എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലമൊക്കെ 10 പേപ്പറുകൾ വരെ സെലക്ട് ചെയ്യായിരുന്നു. ഇനി അത് പറ്റില്ല. 6 പേപ്പറുകളാണ് മാക്സിമം നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് പുതിയ രണ്ടാമത്തെ മാറ്റം. ദെൻ അതുപോലെ ഒരു ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഷിഫ്റ്റ് വരുന്നത് 9 മണി മുതൽ 11 മണി വരെയും, രണ്ടാമത്തെ ഷിഫ്റ്റ് വരുന്നത് 12:30 മുതൽ 2 മണി വരെയും, മൂന്നാമത്തെ ഷിഫ്റ്റ് വരുന്നത് 4 മണി മുതൽ 5:30 വരെയാണ്. ടോട്ടൽ 5 മണിക്കൂറാണ് ടെസ്റ്റിന് വേണ്ടിയുള്ളത്. നിങ്ങൾ എടുത്ത് നോക്കി 6 പേപ്പറും അറ്റംപ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 4.25 മണിക്കൂർ, 5 മണിക്കൂർ എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഷിഫ്റ്റ് ആക്കിയിട്ട് ഈ 5 മണിക്കൂറിലായിട്ട് എക്സാമിനേഷൻ വെച്ചിരിക്കുന്നത്. ഇനി ഈ 5 മണിക്കൂറും 6 പേപ്പറും അറ്റംപ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സും യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് ടെസ്റ്റ് പേപ്പറുകളുടെ എണ്ണത്തിലും സ്വഭാവത്തിലും വ്യത്യാസം വരും. അതുകൊണ്ട് ചില ആളുകൾ ജനറൽ ടെസ്റ്റ് മാത്രം, ചില യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷന് ജനറൽ ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി, ചിലയിടത്ത് ഇംഗ്ലീഷ് മാത്രം എഴുതിയാൽ മതി, ചിലയിടത്ത് ഈ ജനറൽ ടെസ്റ്റും വേണ്ട, ഇംഗ്ലീഷും വേണ്ട, അല്ലെങ്കിൽ ലാംഗ്വേജും വേണ്ട, ഡൊമൈൻ സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒന്ന്
അല്ലെങ്കിൽ 2-3 ഇങ്ങനെ നമുക്ക് ഡിപ്പെൻസ്. അപ്പോൾ അത് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കോഴ്സ് എന്നതിനനുസരിച്ചിരിക്കും. ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ്, സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ കോഴ്സ് നിങ്ങൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, സമൃദ്ധിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കോഴ്സസ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കാണാം മുകളിൽ. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ BA ഇംഗ്ലീഷ് വരുന്ന, ഹോണേഴ്സ് വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് വരും. അതിൽ തന്നെ ഏതൊക്കെയാണ് ടെസ്റ്റ് പേപ്പർ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഒന്ന് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാം. അതൊരു പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കാം. നിങ്ങൾ അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ, അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻ കൊടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയ്യഗുരു ഓഫീസിൽ വരാം. വളരെ കൃത്യമായിട്ട് പ്രിഫറൻസ്, സബ്ജക്റ്റുകൾ ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് ഏതിനൊക്കെ പോകണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഞാൻ എപ്പോഴും കോമൺ ആയിട്ട് പൊതുവായിട്ട് പറയുക എന്താണെന്നറിയോ, എല്ലാ കുട്ടികളും 6 സബ്ജക്റ്റും കൊടുക്കുന്നതായിരിക്കും, 6 പേപ്പറുകളും കൊടുക്കുന്നതായിരിക്കും നന്നാവുക. കാരണം എന്താണെന്നറിയോ, ഓരോ യൂണിവേഴ്സിറ്റിക്കും വ്യത്യാസങ്ങളുണ്ടാവും, കോഴ്സുകൾക്ക് അനുസരിച്ച് ടെസ്റ്റ് പേപ്പർ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് കോമൺ ആയിട്ട് ഇതെല്ലാം കൂടി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തെയും ആപ്ലിക്കേഷൻ നമുക്ക് എല്ലായിടത്തെയും അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്രേ ഡൊമൈൻ സബ്ജക്റ്റ് 4 എണ്ണവും, ലാംഗ്വേജ് 1 എണ്ണവും, ജനറൽ സബ്ജക്റ്റും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഒരുവിധ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും അഡ്മിഷൻ പ്രോസസ്സിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രത്യേകം മനസ്സിലാക്കുക. അതിനു മുമ്പ് എന്തായാലും ഹോംവർക്ക് ചെയ്യാൻ എൻ്റെ അടുത്ത് വരെ ഞാൻ പറഞ്ഞുതരാം. ദെൻ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ CUT എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അത് CUT എക്സാമിനേഷൻ ഒരു പ്രവേശന പരീക്ഷയാണ്. അത് നമ്മൾ പരീക്ഷ എഴുതി എന്നതുകൊണ്ട് നമുക്ക് അഡ്മിഷൻ ഉറപ്പാക്കാൻ കൊള്ളണമെന്നൊന്നുമില്ല. റാങ്കിനനുസരിച്ച്, പ്രിഫറൻസിനനുസരിച്ച് സാധ്യത ഉണ്ടെങ്കിൽ കിട്ടും. അത് മാത്രമല്ല, ഇപ്പോൾ CUT പരീക്ഷ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴല്ല, നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പ്രിഫറൻസ് ലിസ്റ്റ് കൊടുക്കണം യൂണിവേഴ്സിറ്റിയുള്ള കോഴ്സിൻ്റെയൊക്കെ. അത് കൊടുത്തതോടുകൂടി അതിലങ്ങ് അഡ്മിഷൻ കിട്ടുമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ ഈ CUT പ്രവേശന പരീക്ഷ അതിൻ്റെ റാങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളടുത്ത് ചെയ്യേണ്ടത് എന്താ, അതത് യൂണിവേഴ്സിറ്റികളുടെ പ്രവേശന നടപടിക്രമങ്ങളിൽ നമ്മൾ വീണ്ടും പങ്കെടുക്കണം. അത് വേറെ തന്നെ. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ പ്രിഫറൻസ് ലിസ്റ്റ് വേറെ ഈ റാങ്കിൻ്റെ CUT റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടതുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ മനസ്സിലാക്കി അടിസ്ഥാനപരമായി ധാരണകൾ ഉണ്ടായിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും പ്രിഫറൻസ് ലിസ്റ്റ് കൊടുക്കാനും. ഇനി എക്സാമിനേഷൻ്റെ ഘടന ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഈ പേപ്പർ സെക്ഷൻ 1 പേപ്പർ ലാംഗ്വേജ് പേപ്പറിൽ 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 40 ക്വസ്റ്റ്യനാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 45 മിനിറ്റാണ് അത് ഉണ്ടാവുക. 2 പേപ്പർ എടുക്കുകയാണെങ്കിൽ 45 മിനിറ്റ് വെച്ച് 1.5 മണിക്കൂർ. ഒരു പേപ്പറാണെങ്കിൽ 45 മിനിറ്റ്. ഇനി ഡൊമൈൻ സബ്ജക്റ്റിൽ 4 പേപ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഡൊമൈൻ സബ്ജക്റ്റിൽ 2 ടൈപ്പിലാണ് വരിക. 45 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 35 അറ്റംപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് സബ്ജക്റ്റിനനുസരിച്ച് 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 40 അറ്റംപ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് വരിക. അതും ഓരോന്നും 45 മിനിറ്റ് വീതമാണ് ഉണ്ടാവുക പേപ്പറുകൾ. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. ജനറൽ ടെസ്റ്റ് ആണെങ്കിൽ 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 50 അറ്റംപ്റ്റ് ചെയ്താൽ മതി. 60 മിനിറ്റാണ് ടൈം. ടോട്ടൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും 4.25 മണിക്കൂർ, 5 മണിക്കൂർ അത് വരും. അതുകൊണ്ട് ആ സമയം എക്സാമിനേഷൻ എഴുതേണ്ട ഒരു ടൈമും കൂടി മനസ്സിലാവും. ഒറ്റ സ്ട്രെച്ചിൽ ഒരു ദിവസം നമ്മൾ 5 മണിക്കൂർ എക്സാമിനേഷൻ എഴുതാന്ന് പറഞ്ഞാൽ അതിനൊരു പരിശീലനമൊക്കെ കൃത്യമായിട്ട് വേണം. അത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോവാൻ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കുക. നല്ല യൂണിവേഴ്സിറ്റിയിൽ നല്ല കോഴ്സ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.